സബ്വൂഫർ പ്ലസ് 2.0 2.1 എന്നുള്ളത് സ്വിച്ചിങ് ആണ്. അപ്പോൾ ഈ ബോർഡ് വെക്കുമ്പോൾ നമുക്ക് ഫിൽട്ടർ ബോർഡ് വെക്കണ്ട എന്നാണ് അഭിപ്രായം. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരല്പം വൈകി വന്ന ഒരു റിവ്യൂ ആണ് G-Starന്റെ 2.1 കിറ്റിൻ്റെ ബ്ലൂടൂത്ത് പാനലിൻ്റെ റിവ്യൂ. അതായത് സിമ്പിൾ, വലിയ വിഷയമൊന്നുമില്ല. വലിയ നോർമലി ഒരു പാക്ക്, G-Starന്റെ പാക്ക്. അതിനകത്ത് നമുക്ക് സിമ്പിൾ കിറ്റ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഒരു G-Starന്റെ ബ്ലൂടൂത്ത് 2.1 പാനൽ. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് BT082 അതാണ് മോഡൽ. അപ്പോൾ BT082W ബ്ലൂടൂത്ത് വേർഷൻ 5. അപ്പോൾ ഇതിൽ 2.1 ഡിജിറ്റൽ ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ കിറ്റ് എന്ന് പറയുമ്പോൾ 2.1 ആംപ്ലിഫയർ ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു കിറ്റ് വെച്ച് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റേത് സാധാരണ ബ്ലൂടൂത്ത് പാനൽ ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് 2 ചാനൽ കിട്ടും. ഈ 2 ചാനൽ നമ്മൾ ഫിൽട്ടർ ചെയ്ത് സബ്വൂഫറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിലൂടെ കൊടുക്കണം. ആ ഒരു പണി ലാഭമാണ് ഇതിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം 2.1 എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഫിൽട്ടർ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ വീഡിയോ. ശരിക്കും റിവ്യൂ മാത്രമല്ല, നമുക്ക് ആ 0.1 സബ്വൂഫർ സെക്ഷൻ എത്രത്തോളം എഫക്റ്റീവാണ്, ഫിൽറ്ററിങ് എത്രത്തോളം എഫക്റ്റീവാണ്, നമുക്ക് എക്സ്ട്രാ ഫിൽറ്റർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുമോ ഇല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് G-Starന്റെ പുതിയ മോഡൽ 2.1 മോഡലിലെ ബോർഡാണ്, അതായത് പാനൽ. ഇതിൻ്റെ പഴയ മോഡൽ. അപ്പോൾ ഇതും തമ്മിൽ ഈ കാഴ്ചയിൽ യാതൊരു മാറ്റവും പെട്ടെന്ന് അറിയില്ല. ബാക്കിയെല്ലാം എല്ലാ തരത്തിലും ഫ്രണ്ട് പാനലിൽ സെയിം ആണ്. ഈ ബട്ടൺസ് കുറച്ച് സിൽവർ കളറാണ്, ഇതിൽ ബ്ലാക്ക് ആണ്. അങ്ങനത്തെ കുറച്ച് വ്യത്യസ്തതയാണ് ഇതിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ളത്. ഈ ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് സംഗതിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇത് നമ്മളെ എൻകോഡർ മറ്റ് മൈക്ക് സപ്പോർട്ടൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ അതിനകത്ത് മൈക്ക് സപ്പോർട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് എല്ലാ G-Star മോഡലിലും വന്നിരുന്നു. പക്ഷേ ഈ മോഡലിലും മൈക്ക് സപ്പോർട്ട് ഇല്ല. ഓക്സ് 1, ഓക്സ് 2, ഓക്സ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണക്ഷൻസ് കാണാം. അതേപോലെ സബ്വൂഫറിൻ്റെ ഒരു സെക്ഷൻ SWGND എന്ന് പറഞ്ഞിട്ട് കാണാം. അതാണ് സബ്വൂഫറിൻ്റെ ഔട്ട്പുട്ട്. അതിൻ്റെ അടുത്ത് +5 GND എന്നാണ്. ഈ ലാസ്റ്റ് 4 പിന്ന് കാണുന്നത് എൻകോഡറാണ്. അപ്പോൾ എൻകോഡർ എന്ന് പറയുന്നത് ഇതാണ് എൻകോഡർ. ഈ എൻകോഡറാണ് നമ്മൾ ഇതിൽ ആ പിന്നിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഓഡിയോ ഔട്ടിന്, സ്റ്റീരിയോ ഔട്ടിനുള്ള കണക്ഷൻ അത് നമുക്ക് ഇതേപോലെയുള്ള വേറെ കേബിളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓക്സിനുകൾ കണക്ട് ചെയ്യാം. 5 വോൾട്ടിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ, സബ്വൂഫർ ഔട്ടിനുള്ള കണക്ഷൻ, റിമോട്ട് G-Starന്റെ തന്നെ ഡിഫോൾട്ട് ഒരു ടൈപ്പ് റിമോട്ട്. അപ്പോൾ ആർഭാടൊന്നുമില്ല സംഭവം. ആ ഒരു വ്യത്യസ്തത ഉള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആമ്പിലേക്ക് ഒരു സെക്ഷനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വയർ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അതായത് നമ്മൾ ആമ്പിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ലൈൻ സബ്വൂഫർ ഇൻപുട്ടിലേക്കും ഒരു ലൈൻ ചാനലിലേക്കും. അപ്പോൾ അതിൽ ഒരു ലൈൻ ഇതിൽ ഓരോന്നും സെപ്പറേറ്റ് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ഷൻസ് ഒക്കെ റെഡിയാണ്. അപ്പോൾ ഇനി വോൾട്ടേജ് കൊടുക്കണം. ഒരു ബാറ്ററി മതി നമുക്ക് വോൾട്ടേജ്. ഇതേപോലെ ഒരു ബാറ്ററി മതിയാവും. അപ്പോൾ അത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നമുക്കിത് ബ്ലൂ ആണോ വൈറ്റ് ആണോ റെഡ് ആണോ നോക്കാം. അപ്പോൾ ഇത് വൈറ്റ് ആണ്. 87.5 എന്ന് പറയുന്നത് ഇത് FM-ലാണ് ഇപ്പോൾ മോഡുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഔട്ട്പുട്ട് കൊടുക്കാം. റെഡ് ആൻഡ് വൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സെക്ഷനാണ്. അത് വൈറ്റ് സബ്ബാണ്, ഇത് ചാനലാണ്. അപ്പോൾ വൈറ്റ് സബ് ഞാനിവിടെ കൊടുത്ത ഈ കണക്ഷനിൽ കൊടുക്കുകയാണ്. FM സെക്ഷനിൽ ഓണാണ്. നമ്മൾ എൻകോഡറിൽ വോളിയം കൂട്ടാൻ പോകണം. ഞാൻ തിരിച്ച് വെക്കാം. ഇതാ നോക്കിയാൽ നമ്മൾ എൻകോഡറിൽ കൂട്ടാണ്. വോളിയം FM-ൻ്റെ വോളിയം കൂടുന്നുണ്ട്. അപ്പോൾ ഇനി പെൻഡ്രൈവ് വന്നിട്ട് ചെക്ക് ചെയ്യാം. പോസ് ബട്ടൺ. എൻകോഡറിന് മുകളിലും റിമോട്ടിന് മുകളിലും നമുക്കിത് സെലക്ട് ചെയ്യാം. എങ്ങനെ സെലക്ട് ചെയ്യാം, റിമോട്ടിന് മുകളിൽ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നും കൂടി നമ്മൾ നോക്കാം. ഇപ്പോൾ ആദ്യം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ നോക്കാം. ചാനലിൻ്റെ വോളിയം, ചാനലിൻ്റെ കണക്ഷൻ കൊണ്ട് ഒഴിവാക്കാം. കേൾക്കുന്നുണ്ടോ? സോറിയാ.
പവർ ആമ്പിൽ കൂട്ടി നോക്കാം. ഒരു ആവറേജ് ആണല്ലേ. നമ്മൾ ഒരു പണിയാം, ഇതിനകത്ത് സെറ്റിങ്സ് എങ്ങനെയാണ് കൂടുന്നതെന്ന് റിമോട്ടിൽ ബാറ്ററി ഇട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഞാനിവിടെ റിമോട്ടിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്ലേ ആക്കിയാൽ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഞാനിവിടെ പറഞ്ഞു തരാം. സബ്വൂഫർ പ്ലസ് SW പ്ലസ് എന്ന് പറഞ്ഞാൽ സബ്വൂഫർ പ്ലസ് ആണ്. 2.0 2.1 എന്നുള്ളത് സ്വിച്ചിങ് ആണ്. അതായത് ഇത് ഈ ബോർഡ് 2 ചാനലും 2.1 ചാനലുമായിട്ട് സ്വിച്ച് ചെയ്യാം. അങ്ങനെയാണ്. സബ്വൂഫർ മൈനസ് ആയിരിക്കും, അതായത് സബ്വൂഫർ വോളിയം കൂട്ടാനും സബ്വൂഫർ വോളിയം കുറയ്ക്കാനും ഉള്ളതാണ്. ബേസ് മൈനസ് ബേസ് പ്ലസ് എന്ന് പറയുമ്പോൾ ബേസ് കൂട്ടാനും കുറയ്ക്കാനും, ട്രിബിൾ കൂട്ടാനും കുറയ്ക്കാനും, നെക്സ്റ്റ് പാട്ട് മ്യൂസിക് അതൊക്കെ സെലക്ട് ചെയ്യാനും, FM ട്യൂൺ ചെയ്യാൻ, വോളിയം മെയിൻ മാസ്റ്റർ വോളിയം കൂട്ടാനുള്ളത് അതെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു EQ ബട്ടണാണുള്ളത്, ഒരു റീസെറ്റ് ഓപ്ഷൻ, ഒരു മ്യൂട്ട്, പിന്നെ റിപ്പീറ്റ് 1 റിപ്പീറ്റ് ഓൾ അങ്ങനെയുള്ള ഓപ്ഷനുള്ള ഒരു ബട്ടൺ, പിന്നെ 2 ഉണ്ട് ഷഫിൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. മോഡ് ബട്ടൺ ഇവിടെയുണ്ട്. നമ്മൾ ആദ്യം തന്നെ സബ്വൂഫർ വോളിയം കൂട്ടി നോക്കാം. പ്ലേ ആയിട്ട് സബ്വൂഫർ വോളിയം 30-ലാണുള്ളത്. കുറഞ്ഞു കൂടി. ഇനി 2 ചാനൽ സ്വിച്ച് ചെയ്ത് നോക്കാം. 2.1 സ്വിച്ച് ചെയ്യുമ്പോഴും 2 സ്വിച്ച് ചെയ്യുമ്പോഴും സബ്വൂഫർ കൂടെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഞാനിവിടെ സബ്വൂഫറിൻ്റെ ഔട്ട്പുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റേ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ്. കണ്ടോ, നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ബേസ് ആണ്. അപ്പോൾ ലേശം ബേസ് കൂടിയായിട്ട് കാണുന്നു. ഇനി നമുക്ക് ചാനൽ കണക്ട് ചെയ്യാം. മാസ്റ്റർ വോളിയം ഇപ്പോൾ ബേസ് കൂട്ടി വെച്ചേക്കാം കേട്ടോ. ബേസ് കുറയ്ക്കാം. ട്രിബിൾ കൂട്ടാം. ട്രിബിൾ ഓക്കെ. സബ്വൂഫർ വോളിയം ഇതിപ്പോൾ ഏത് മോഡിലാന്ന് വെച്ചാൽ 2.1-ലാണെങ്കിൽ സബ്വൂഫർ വോളിയം കുറയുന്നുണ്ട്. 2 ചാനൽ മോഡിലാകുമ്പോൾ സബ്വൂഫർ വോളിയം വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഉള്ളത്. 30 വരെ പോവാം. ഒരു കൺഫേം ആവാത്തൊരവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയുക. ഞാനിപ്പോൾ ഈ ചാനൽ ഒന്നുകൂടി ഡിസ്കണക്ട് ചെയ്ത് സബ്വൂഫർ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. വോളിയം കുറച്ചുകൂടി കൂട്ടാം. സബ്വൂഫർ വോളിയം മാക്സിമം ബേസ് 6-ലാണുള്ളത്. നമുക്ക് ബേസ് 2-ലിടാം. ഇനി സബ് എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാല്ലേ, അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി വോളിയം വരാണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിതെല്ലാം അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്യാൻ പോവാണ്. ആദ്യം പവർ കൊണ്ട് ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ആ റിസ്ക് ഒഴിവായി. പെൻ ഡ്രൈവ്, സബ്വൂഫറിൻ്റെ കണക്ഷൻ, ഓഡിയോ ഔട്ട്പുട്ട്, എൻകോഡർ. ഇത്രയും സിമ്പിളായിട്ട് പാനൽ ഡിസ്കണക്ട് ചെയ്യാം. ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിറ്റുകൾക്കുള്ള സൗകര്യം അത്. അപ്പോൾ അത്യാവശ്യം നേരിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടു നോയ്സോ ഹമ്മിങ്ങോ ഹിസ്സിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഡയറക്റ്റ് ആമ്പിളിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തപ്പോഴില്ല. അവിടെ ആമ്പിൽ ഞാനൊരു വോളിയം വെച്ചിട്ടുണ്ട്. ആ വോളിയം വഴിയാണ് നമ്മളെ പവറിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വോളിയം നമുക്ക് ഒരു അനലോഗ് വോളിയമാണ്. ഇതിനകത്തുള്ള വോളിയം കൂടാതെ ആ വോളിയത്തിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നോയ്സ് കുറയും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് നോയ്സ് ഉണ്ടെങ്കിൽ അതിലൂടെയും കേൾക്കേണ്ടതാണ്. അപ്പോൾ നോയ്സ് ഇല്ല. പിന്നെ മെയിൻ കാര്യം നമ്മൾ ബാറ്ററി വെച്ച് കണക്ട് ചെയ്ത് അപ്പോൾ 100% നോയ്സ് ഒരു സാധ്യതയില്ല നോയ്സ് വരാൻ. ഒരു മിനി ചെറിയ സെറ്റപ്പ് ഒരു റൂമിന് ഒരു അത്യാവശ്യം ഒരു 2.1 ഓഡിയോ സിസ്റ്റം ഉണ്ടാക്കാം. പിന്നെ അത് അത്യാവശ്യം കൈകാര്യങ്ങൾ ചെയ്യും. അതായത് അത്യാവശ്യം ഗെയിനുള്ള ടൈപ്പാണ്. അപ്പോൾ
കുഴപ്പമില്ല. പിന്നെ ഫിൽട്ടർ ബോർഡ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സ്മൂത്ത്നെസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ലോയിലേക്ക് പോകാം. അതായത് ഇപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പഴയ കാലത്തെ സബ് വൂഫർ ഫിൽറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് എന്തായാലും ഇതിലുണ്ട്. ബേസ്, അതായത് മ്യൂസിക് ടോണിലുള്ള ആ ബീറ്റിൻ്റെ ബേസ് മാത്രമാണ് ഇതിലൂടെ വരുന്നത്. ശരിക്കും നമ്മളിപ്പോൾ മറ്റ് സബ് വൂഫർ ഫിൽറ്ററൊക്കെ വെച്ച് കൂടുതൽ ഡീപ്പിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് അതും കട്ടാവും. അതിൻ്റെ ഒന്നും ബീറ്റ് വരില്ല, ലോ വരില്ല. നമുക്ക് ശരിക്കും ആ ബേസ് ലോ ബേസ് വരുമ്പോൾ അത് മാത്രമേ സബ് കൂടെ വരുള്ളൂ. പക്ഷേ അതങ്ങനെയല്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ചുകൂടെ ഓഡിയോ നോട്ട്സിൻ്റെ ബേസ് ലെവൽ സബ് വൂഫർ ഔട്ട് കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കേട്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇതിപ്പോൾ എനിക്ക് നമ്മുടെ കോഴിക്കോടുള്ളവർക്ക് കിട്ടാനാണെങ്കിൽ സ്റ്റാർ ഇലക്ട്രോണിക്സ് പോയാൽ ഡയറക്റ്റ് വാങ്ങാം. 600 സംതിങ് ആണ് വില. നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ ജി സ്റ്റാറിൻ്റെ വെബ്സൈറ്റ് പോയാലും കിട്ടും. അതല്ലെങ്കിൽ കോഴിക്കോടുള്ളവർക്ക് സ്റ്റാർ ഇലക്ട്രോണിക്സിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും. ആ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് സൗകര്യപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിലാണ്.